സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ഇപ്പോൾ ഒരു സംരംഭക എന്ന നിലയിൽ തന്റെ കരിയറിലെ ഒരു വഴിത്തിരിവിലാണ്. ജീവിതത്തിൽ നേരിട്ട കടുത്ത പ്രതിസന്ധികളെയും സാമ്പത്തിക തട്ടിപ്പുകളെയും അതിജീവിച്ച് തന്റെ ഫാൻസി ആഭരണ ബ്രാൻഡായ OBY കൂടുതൽ വിപുലമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ദിയ ഈ വിജയം ആഘോഷിക്കുന്നത്. തിരുവനന്തപുരം കുറവൻകോണത്ത് ആഭരണങ്ങൾക്കും സാരികൾക്കുമായി ആരംഭിച്ച പുതിയ വലിയ ഷോറൂം ദിയയുടെ വ്യക്തിപരമായ അതിജീവനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായി മാറുകയാണ്. സോഷ്യൽ മീഡിയയിലെ തന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഫാഷൻ ആക്സസറീസ് മേഖലയിൽ സ്വന്തമായ ഒരു ബ്രാൻഡ് സ്ഥാപിക്കാനുള്ള ദിയയുടെ ആഗ്രഹമാണ് OBY രൂപം നൽകിയത്. ഫാൻസി ആഭരണങ്ങളിൽ തുടങ്ങി പിന്നീട് സാരികൾ ഉൾപ്പെടെയുള്ള ഫാഷൻ ഉൽപ്പന്നങ്ങളിലേക്ക് വികസിപ്പിച്ച ഈ ബ്രാൻഡ് വളരെ പെട്ടെന്ന് തന്നെ യുവാക്കൾക്കിടയിൽ ശ്രദ്ധ നേടി. എന്നാൽ സംരംഭക എന്ന നിലയിലുള്ള ദിയയുടെ യാത്ര അപ്രതീക്ഷിതമായ പ്രതിസന്ധികളാൽ നിറഞ്ഞതായിരുന്നു. ദിയയുടെ സംരംഭക ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടം ആദ്യത്തെ ഷോപ്പിൽ മുൻ ജീവനക്കാരികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു. ഒരു സംരംഭക എന്ന നിലയിൽ ദിയയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഈ സംഭവം. ദിയ ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്നത് പ്രതിസന്ധിയുടെ തീവ്രതയും വർദ്ധിപ്പിച്ചു. ഷോപ്പിലെ മുൻ ജീവനക്കാരികൾ സ്ഥാപനത്തിന്റെ വിശ്വസ്തതയെ മുതലെടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. സ്ഥാപനത്തിന്റെ പേയ്മെന്റ് QR കോഡിന് പകരം ജീവനക്കാരികൾ തങ്ങളുടെ സ്വന്തം QR കോഡ് ഉപയോഗിച്ച് പണം കൈക്കലാക്കി. തട്ടിപ്പ് പുറത്തു വരികയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതോടെ ജീവനക്കാരികൾ ദിയയ്ക്കും കൃഷ്ണകുമാർ കുടുംബത്തിനുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി. എങ്കിലും വൈകാതെ സത്യം പുറത്തു വരികയും ജീവനക്കാരികൾ കുറ്റക്കാരാണെന്ന് തെളിയുകയും ചെയ്തു. സംരംഭക എന്ന നിലയിൽ ദിയയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഒരു വലിയ പാഠമായിരുന്നു. തന്റെ ശ്രദ്ധക്കുറവാണ് ഇത്തരം ഒരു തട്ടിപ്പിന് വഴിയൊരുക്കിയതെന്ന് ദിയ തുറന്നു സമ്മതിച്ചു. ഈ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിലവിൽ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം വഴിയാണ് ദിയയുടെ ഷോപ്പിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് സുതാര്യതയും വിശ്വസ്തതയും ഉറപ്പിക്കാൻ വേണ്ടിയാണ്. തന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് സത്യമുണ്ടെന്ന വിശ്വാസമാണ് ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ ദിയയെ സഹായിച്ചത്. നിയമപരമായ പോരാട്ടങ്ങൾക്കിടയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകിയത് ഈ ദൃഢമായ നിലപാടാണ്. മുൻപുണ്ടായ കഷ്ടപ്പാടുകൾക്ക് മറുപടി നൽകാൻ ദിയ കണ്ടെത്തിയ മാർഗമായിരുന്നു OBY കൂടുതൽ വിപുലമായ തലത്തിലേക്ക് വളർത്തുക എന്നത്. ഭർത്താവ് അശ്വിന്റെ വാക്കുകൾ ഈ പുതിയ സംരംഭം അവർക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു. അശ്വിനി പുതിയ തുടക്കത്തെ ദിയയുടെ രണ്ടാം ജന്മം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവരുടെ കഠിനാധ്വാനത്തിന്റെയും വിഷമങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ പുതിയ സംരംഭം. കുറച്ചുപേർ ഞങ്ങളെ താഴ്ത്താൻ നോക്കി, അവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ചാണ് ഈ പുതിയ കട തുടങ്ങിയത്. അശ്വിന്റെ ഈ വാക്കുകൾ പ്രതിസന്ധികളെ അവസരങ്ങളായി മാറ്റാനുള്ള ദിയയുടെയും കുടുംബത്തിന്റെയും മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗർഭിണിയായിരുന്ന സമയത്ത് ദിയ നേരിട്ട മാനസികവും ശാരീരികവുമായ കഷ്ടപ്പാടുകൾക്ക് മറുപടിയായാണ് അശ്വിനി വിജയത്തെ കാണുന്നത്. ദിയയ്ക്ക് അപാരമായ ബിസിനസ് മൈൻഡ് ഉണ്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പുതിയ ഷോപ്പ് നന്നായി കൊണ്ടുപോകാനും കൂടുതൽ സ്ഥലങ്ങളിൽ ആരംഭിക്കാനും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരാനും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം കുറവൻകോണത്തെ പുതിയ ഷോറൂം ദിയയുടെ ബിസിനസ് സ്വപ്നങ്ങളുടെ ഒരു പുതിയ നാഴികക്കല്ലാണ്. ഇത് കേവലം ഒരു കടയല്ല, മറിച്ച് സത്യവും കഠിനാധ്വാനം വിജയിക്കും എന്നതിന്റെ പ്രഖ്യാപനമാണ്. കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണ, അഹാന, ഇഷാനി, ഹൻസിക എന്നിവരടങ്ങിയ കുടുംബാംഗങ്ങൾ, ഭർത്താവ് അശ്വിൻ, മകൻ ഓമി എന്നിവർ ചേർന്നാണ് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. കുടുംബത്തിന്റെ ഈ കൂട്ടായ പിന്തുണ ദിയയുടെ അതിജീവനത്തിന്റെ ശക്തി സ്രോതസ് കൂടിയാണ്. ദിയയുടെ ജീവിതം സംരംഭകർക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ മറികടക്കാൻ സാധിക്കും. കള്ളപ്രചാരണങ്ങൾക്കും വ്യാജ ആരോപണങ്ങൾക്കും മുന്നിൽ സത്യം എന്നും വിജയിക്കും. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും സ്വാഭാവികമാണ്. ഒരാളുടെ ജീവിതം തകർന്നു പോകാമായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാൻ ദിയയ്ക്ക് സാധിച്ചു. പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിടാൻ അത് പുതിയ വിജയത്തിലേക്ക് നയിക്കും. സംരംഭകർ തങ്ങളുടെ സ്വപ്നങ്ങളിലും ജീവനക്കാരിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ പ്രാധാന്യവും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ദിയ കൃഷ്ണയുടെ OBY ഷോറൂമിന്റെ പുതിയ തുടക്കം കേവലം ഒരു ബിസിനസ് വികസനം മാത്രമല്ല, മുൻ ജീവനക്കാരികളിൽ നിന്ന് നേരിട്ട തട്ടിപ്പിന്റെ വേദനകളെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യം കൊണ്ട് കീഴടക്കിയതിന്റെ ആഘോഷമാണ്. ഇത് ദിയയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ജന്മമാണ്. ഈ ഷോപ്പ് ബിസിനസ് ലോകത്ത് സ്വന്തം ഇടം കണ്ടെത്തിയ ഒരു യുവതിയുടെ ആത്മവിശ്വാസത്തിന്റെയും കുടുംബത്തിന്റെയും കൂട്ടായ പിന്തുണയുടെയും സത്യം എന്നും വിജയിക്കുമെന്ന പ്രതീക്ഷയുടെയും തിളക്കമുള്ളൊരു പ്രതീകമാണ്.